നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ലീഗ് 2025-26 സീസൺ ആണെങ്കിൽ ഇന്ന് കിക്ക് ഓഫ് ആവുകയാണ്. സോ ഇന്ത്യൻ സമയം രാത്രി 10:15 ആർസണൽ വേഴ്സസ് ബിൽബാവോ മാച്ചിലൂടെ നമ്മൾ നോക്കാനായിട്ടാണ് കിക്ക് ഓഫ് ആവുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുകയാണ്. സോ ധാരാളം മാച്ചുകൾ നടക്കുന്നുണ്ട്. ഈ വീക്കിൽ 3 ഡേയ്സ് ആണ്, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, 3 ദിവസം മാച്ചുകളുണ്ട്. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഥവാ മെയിൻ ടീമുകളുടെ മാച്ചുകളുടെ ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ബിൽബാവോ വേഴ്സസ് ആർസണൽ സാൻ മെംസിൽ നടക്കുന്ന ബിൽബാവിന്റെ ഹോം മാച്ച് നടക്കുന്ന മത്സരത്തിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:15 ഈ മത്സരം. സോ എടുത്തു പറയേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ആർസണൽ അത്യാവശ്യം നല്ല ഫോമിലാണ്. അപ്പുറത്ത് ബിൽബാവോ 3 വിജയവും 1 തോൽവിയും. ലാസ്റ്റ് മാച്ചിൽ ഡെപ്പർട്ടീവോ അൽവസിനോടാണ് അവർ തോറ്റത്. പക്ഷേ ഇവൻ അവർ ജയിച്ച 3 മാച്ചുകളും അധികം കൺവിൻസിങ് അല്ലായിരുന്നു. ഡിഫെൻസീവില് എല്ലാ മാച്ചിലും അവർ വൾണറബിൾ ആയിട്ട് തോന്നി. ഇഞ്ചറി ഇഷ്യൂസ് അത്യാവശ്യം ഹിറ്റ് ചെയ്യുന്ന ഒരു സൈഡാണ്. കൂടാതെ മെയിൻലി അവർ ഡിഫൻസീവ് വൾണറബിലിറ്റി ഈ സൈഡിലുണ്ട്. സോ ആർസണലിന് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ആർസണലിന് വെൻ ഇറ്റ് കംസ് ടു നമുക്കറിയാം ഈ സീസണിൽ ആകപ്പാടെ അവർ തോറ്റത് ലിവർപൂൾ എവേജ് എന്നൊരു മത്സരം മാത്രമാണ്. അത് 1-0. ബാക്കി 3 മാച്ചുകൾ അവർ ജയിച്ചു. ലാസ്റ്റ് മാച്ച് നോട്ടിംഗ്ഹാമിന് അഗേൻസ്റ്റ് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ആർസണൽ കൊടുത്തത്. സോ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോൾ ക്ലിയർ ഫേവറേറ്റ്സ് ഓൺ പേപ്പർ വിത്തൗട്ട് എ ഡൗട്ട് ആർസണൽ തന്നെയാണ്. ഈവൻ ദോ ഹോം സ്റ്റേഡിയം അഡ്വാൻറ്റേജ് അപ്പുറത്ത് ബിൽബാവോന് പറയാമെങ്കിലും ഐ തിങ്ക് വെൻ ഇറ്റ് കംസ് ടു യൂറോപ്പ് ആർസണൽ ഈവൻ ദോ ലീഗിലും വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണെങ്കിലും ഈ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ സ്ക്വാഡ് വൈസ് നോക്കുമ്പോഴേക്കും ആർസണലിന് ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ വൺ ഓഫ് ദ ഫേവറേറ്റ് ആവാനായിട്ടുള്ള എല്ലാ ടൂൾസും മിക്കേൽ ആർട്ടേറ്റയുടെ കയ്യിലുണ്ട്. അത് പുള്ളി പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ ആർഗ്യുബിലി ലോകത്തുള്ള ഏത് ടീമിനെ അഗേൻസ്റ്റ് നമ്മൾ ഓൺ പേപ്പർ നോക്കുമ്പോഴേക്കും ആർസണൽ ഒരിക്കലും ഒരു അണ്ടർഡോഗ്സ് അല്ല. ഇനി ലോകത്തെ എല്ലാ ടോപ്പ് ടീംസിനെ അഗേൻസ്റ്റ് അവർക്ക് പിടിച്ചു നിൽക്കാൻ അഥവാ അവരെക്കാളും മികച്ച ഒരു സ്ക്വാഡുണ്ട്. ഒള്ളി ക്വസ്റ്റ്യൻ അർട്ടേറ്റയ്ക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇതൊരു നല്ല ടെസ്റ്റാണ്. ഫസ്റ്റ് മാച്ച് തന്നെ സാൻ മെംസിൽ ചെന്ന് പുള്ളി എങ്ങനെ കളിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. മേ ബി അർട്ടേറ്റയുടെ സ്റ്റൈൽ ഓഫ് അപ്രോച്ച് വെൻ ഇറ്റ് കംസ് ടു യൂറോപ്പ് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആവാം. സോ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിലുള്ള ഒപ്പീനിയൻ എന്ന് പറയാം. ഐ ആം ഗോയിങ് ടുവേർഡ്സ് ആൻ ആർസണൽ വിൽ 2-1. ഐ തിങ്ക് ഈ മാച്ച് കുറച്ച് ടൈറ്റർ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും. മേ ബി സെക്കൻഡ് ഹാഫ് മേ ബി ഒരു 80 മിനിറ്റ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു ആഡ് ഓൺ ടൈമിൽ ആർസണൽ ഒരു വിന്നർ സ്കോർ ചെയ്യും. 2-1 വിക്ടറി ആയിട്ട് പോകുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രഡിക്ഷൻ. അവിടെ നമ്മൾ നേരെ അടുത്ത മാച്ചിലോട്ട് കിടക്കാനായിട്ടാണെങ്കിൽ മറ്റൊന്നുമല്ല, ഇപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് റയൽ മാഡ്രിഡ് വേഴ്സസ് മാർസെ. സോ റയൽ മാഡ്രിഡ് നമുക്കറിയാം ഈ സീസണിൽ ലലീഗയിലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ടീമായിട്ടാണ് സോഫാർ തോന്നിയത്. 4 മാച്ച് കളിച്ചതിൽ നിന്ന് 4 വിക്ടറി അവർ നേടി. ലാസ്റ്റ് ഗെയിമിൽ ഓൾമോസ്റ്റ് 60 മിനിറ്റ്സോളം 10 പേരുമായിട്ട് റയൽ സൊസൈഡാഡിന്റെ എവേജ് എന്ന് കളിച്ചിട്ടും റയൽ മാഡ്രിഡ് അത്യാവശ്യം ആ ഒരു മാച്ചിൽ വിക്ടറിയായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. 8 ഗോൾ അവർ ലീഗിൽ അടിച്ചപ്പോൾ 4 മാച്ചിൽ നിന്ന് 2 ഗോളാണ് കൺസിഡർ ചെയ്തത്. അതിലൊന്ന് കോർണർ കിക്കിലൂടെ ആയിരുന്നു, ഒരെണ്ണം പെനാൽറ്റിയിലൂടെ ആയിരുന്നു. സോ 2 ഗോൾസാണ് അവർ കൺസിഡർ ചെയ്തത്. ആൻഡ് ജൂഡ് ബെല്ലിംഗം ഈ മാച്ചിലോട്ട് വരുമ്പോൾ തിരിച്ച് മാച്ച് ഡേ സ്ക്വാഡിലോട്ട് വന്നിട്ടുണ്ട്. അത് ഹ്യൂജ് അഡ്വാൻറ്റേജ് ആണ് റയൽ മാഡ്രിഡിന്. അപ്പുറത്ത് അപ്പുറത്ത് നമ്മൾ നോക്കാനായിട്ടാണ് മാർസയുടെ ഫോം ആണെങ്കിൽ സീസണിലോട്ട് നോക്കുമ്പോഴേക്കും ഒരു ബിറ്റ് എന്നാ പറയുക, ഒരു 50-50 രീതിയിൽ 4 മാച്ച് കളിച്ചു, 2 തോറ്റു, 2 ജയിച്ചു. അവർ തോറ്റ 2 മാച്ചും ഓരോ ഗോൾ മാർജിനിലാണ്. ലയോണിനോടും റെനസിനോടും തോറ്റപ്പോൾ അവർ 4-0-നും 5-2-നുമാണ് ലാസ്റ്റ് 2 മാച്ചുകൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ജയിക്കുന്നത്. സോ ബിറ്റ് എന്നാ പറയുക കൺഫ്യൂസിങ് ആണ്. ഓരോ 2 കളി തോറ്റു, 2 കളി ജയിച്ചു. ജയിച്ച കളി 2 നല്ല മാർജിനിൽ ലോറിയന്റിനെ എഗെയിൻസ്റ്റ് 4-0-നും പാരീസ് എഫ്സിനെ 5-2-നും തകർക്കുകയും ചെയ്തു. സോ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയാം. ഒബമിയാങ്, ഗ്രീൻവുഡ് ഒക്കെ അടങ്ങുന്ന നല്ലൊരു ടീം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാർസയ്ക്കുണ്ട്. റയൽ മാഡ്രിഡിന്റെ ഹോം മാച്ചാണ്. അതിനകത്ത് തന്നെ ഐ തിങ്ക് റയൽ മാഡ്രിഡ് ആണ് സ്ലൈറ്റ് നല്ലൊരു അഡ്വാൻറ്റേജ് എന്നാണ് എനിക്കൊരു ഫീൽ ഉള്ളത്. എനിക്ക് ഈ മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ലെറ്റ്സി അത്യാവശ്യം നല്ല അറ്റാക്കിംഗ് സൈഡ് തന്നെയാണ് നമ്മൾ നോക്കാനായിട്ടാണ് മാർസെ. സോ റയൽ മാഡ്രിഡ് ഡിഫൻഡേഴ്സ് എങ്ങനെ അത് കണ്ടെയ്ൻ ചെയ്യുമെന്ന് നോക്കി നിൽക്കാം. ജൂഡ് ബെല്ലിംഗമിനെ പുള്ളി എങ്ങനെ ഈ ടീമിനോട് ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് നോക്കാം. ഐ തിങ്ക് മസ്തോൻഡോനെ മിക്കവാറും തിരിച്ച് സ്റ്റാർട്ടിംഗ് ലൈനപ്പിലോട്ട് വരുമെന്നൊരു ഫീൽ ഉണ്ട്. ബ്രഹീം ഡിയാസ് ബെഞ്ചിൽ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. റോഡ്രിഗോ, ബ്രഹീം ഡിയാസ്, മസ്തോൻഡോനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പം കാണുന്നത്, അലോങ് സൈഡ് വിനീഷ്യസ് ജൂനിയർ ആൻഡ് കിലിയൻ എംബാപ്പെ. സോ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സ്റ്റേബിൾ. എനിക്ക് തോന്നുന്നു എഡർ മിലിറ്റാവോ, ഡീൻ ഹഡ്സൺ സെന്റർ ബാക്ക് ഡുവോ ആയിരിക്കും. ഓൾറെഡി റുഡിഗർ ഔട്ടാണ്. സോ എനിക്ക് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഐ തിങ്ക് വി വിൽ സി എ ഇൻട്രസ്റ്റിംഗ് ഫസ്റ്റ് ഹാഫ് എന്നൊരു ഫീൽ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് മേ ബി ഒരു 0-0 1-1 രീതിയിലൊക്കെ ഒരു 2 ടീമും ഈക്വലായിട്ട് നിൽക്കും. ബട്ട് സെക്കൻഡ് ഹാഫിൽ കിലിയൻ എംബാപ്പെ അഴിഞ്ഞാടുമെന്നൊരു ഫീലുണ്ട്. അനതൊരു ഫീല് മസ്തോൻഡുവാനോയുടെ ഫസ്റ്റ് ഒഫീഷ്യൽ ഗോൾ ഫോർ റയൽ മാഡ്രിഡ് ഒരു ഒഫീഷ്യൽ മാച്ചിൽ വരുമെന്നൊരു ഫീലും ഉണ്ട്. സോ ഐ ആം ഗോയിങ് ഫോർ എ 4-1 റയൽ മാഡ്രിഡ് വിൻ. ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും സെക്കൻഡ് ഹാഫിൽ കിലിയൻ എംബാപ്പയുടെ അഴിഞ്ഞാട്ടം കാണാം എന്നുള്ളൊരു ഫീലും ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിലോട്ട് വരുമ്പോൾ എക്സ്പെക്ടേഷൻസ് എന്ന് പറയാം. ചാബി അലോൺസോടെ ഈ സീസണിലെ ഒരു ടെസ്റ്റ് ആയിരിക്കും ഇത്. സോഫാർ ഉള്ളതിലെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ടെസ്റ്റ് ആയിരിക്കും. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അവിടെ നമ്മൾ നേരെ മറ്റൊരു മത്സരത്തിലോട്ട് പറയാനാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കും ഇത്. മറ്റൊന്നുമല്ല, ലിവർപൂൾ അറ്റ് ആൻഫീൽഡ്
വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. സോ അത്ലറ്റിക്കോ മാഡ്രിഡിലോട്ട് വരുമ്പോഴേക്കും ഈ മത്സരം നാളെയാണ് നടക്കുക. സോ അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ സീസണിൽ വൺ ഓഫ് ദ മോശം സ്റ്റാർട്ടായിരുന്നു. കളിച്ച ആദ്യത്തെ 3 കളിയിൽ നിന്ന് 2 ഡ്രോയും 1 തോൽവിയായിരുന്നു. അതിന് ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് വരുന്നു. VRL അഗെയിൻസ്റ്റ് ഒരു മാച്ച്. ആൻഡ് ഈ മാച്ചിൽ അവർ പെർഫോം ചെയ്യാൻ 2-0 വിക്ടറി നേടിക്കൊണ്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വരുന്നത്. സോ അവരുടെ ഒരു മോശം സ്റ്റാർട്ട് പിന്നെ ഒരു നല്ല റണ്ണിൽ അവർ എല്ലാ സീസണിലും പോകാറുള്ളതാണ്. അപ്പുറത്ത് ലിവർപൂളിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ലിവർപൂൾ ഈ സീസണിൽ കളിച്ച 4 മാച്ചും ജയിച്ചുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ കളിച്ച 4 മാച്ചിലും കുറച്ച്, എസ്പെഷ്യലി ആർസണൽ മാച്ച് ഒഴിച്ചു നിർത്തിയാലും ബാക്കി എല്ലാ മാച്ചിലും എന്തൊക്കെയോ ഫ്ലോസ് നമുക്ക് ലിവർപൂളിന്റെ കളിയിൽ കാണാം. എസ്പെഷ്യലി ഒഫൻസീവ് സൈഡിൽ എത്തിയിട്ടാണെങ്കിലും കുറച്ച് വളരെ മേ ബി ആ ടീംമേറ്റ്സിന് ഇടയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അതും ഇതൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുറേ പുതിയ പ്ലേയേഴ്സ് ഉണ്ടല്ലോ. സോ അതിൻ്റെ ഒരു ഇതായിരിക്കും, എസ്പെഷ്യലി ബേൺലി മാച്ചിൽ നമ്മളത് കാണുകയുണ്ടായി. അതിന് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മത്സരത്തിലൂടെ വരുമ്പം അത്ലറ്റിക്കോ മാഡ്രിഡ് ക്ലിയർ അണ്ടർഡോഗ്സ് ആണ്. അണ്ടർഡോഗ്സ് ആയ അത്ലറ്റിക്കോ മാഡ്രിഡ് വളരെ ഡേഞ്ചറസ് ആയ ഒരു സൈഡാണ്, അത് നമുക്കറിയാം. സോ അതിനാൽ തന്നെ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ഈസി വിൻ ഫോർ ലിവർപൂൾ, അഥവാ അത്ലറ്റിക്കോയുടെ സീസണിലെ സ്റ്റാർട്ട് കണ്ടിട്ട് ഓക്കെ ഇതൊരു പഴയ അത്ലറ്റിക്കോ അല്ല, മേ ബി അത്ര പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി റിയലി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതായിരിക്കും അത്ലറ്റിക്കോ മാഡ്രിഡിനെ. ഐ തിങ്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് അവിടെ വന്ന് ഒരു നല്ല പെർഫോമൻസ് കൊടുക്കും. പക്ഷേ അത്ലറ്റിക്കോയ്ക്ക് ചെറിയൊരു അടിയുണ്ട്. ലാസ്റ്റ് മാച്ചിൽ ഹാങ്കോ ഇഞ്ചുറി പറ്റിപ്പോയി, റോബിൻ ലിനോർമാൻ ഇഞ്ചുറി പറ്റിപ്പോയി, ജിമിനസ് ഓൾറെഡി ഇഞ്ചേർഡായി ഔട്ടാണ്. തിയാഗോ അൽമാഡയും അതുപോലെ തന്നെ ലാസ്റ്റ് മാച്ച് അലക്സ് ബേനയും ഇഞ്ചുറി കാരണം കളിച്ചിരുന്നില്ല. സോ മേ ബി തിയാഗോ അൽമാഡ തിരിച്ചു വരുമെന്ന് കേൾക്കുന്നുണ്ട്. നോർമാൻഡ് ചിലപ്പോൾ ഫിറ്റ് ആയിരിക്കും എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഐ തിങ്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് അവർക്കുള്ള പ്ലേയേഴ്സിനെ വെച്ച് അത്യാവശ്യം അണിനിരത്തും. ഐ തിങ്ക് കൊക്കെ, പാബ്ലോ ബാരിയോസ് മിഡ്ഫീൽഡ് 2 മിക്കവാറും ഇറങ്ങാനായിട്ടുള്ള സാധ്യതയെ ഞാൻ കാണുന്നുണ്ട്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. യൂലിയൻ അൽവാറസ് കമ്മിങ് ബാക്ക് ടു ഇംഗ്ലണ്ട്, പുള്ളി എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കിയിരിക്കേണ്ട കാര്യമാണ്. ഐ തിങ്ക് ഗ്രീസ്മാൻ മിക്കവാറും സ്റ്റാർട്ട് കിട്ടും. അൽമാഡ മിക്കവാറും ബെഞ്ചി തിരിച്ചു വരുമെന്നുള്ള റിപ്പോർട്ടുകളും കാണുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഈ മത്സരത്തിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് പറയാം. ഐ തിങ്ക് ഡിയേഗോ സിമിയോണി, നമുക്കറിയാം, ഓർമ്മ കാണും 2019-20 സീസണിലെ ആ ഒരു മാസ്റ്റർ ക്ലാസ് അല്ലേ ലോറൻ്റെ. ഐ തിങ്ക് ലോറൻ്റെ നാളത്തെ മാച്ചും മിക്കവാറും സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് റൈറ്റ് ബാക്ക് ആയിട്ട്. ഈ മാച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പുറത്ത് ലിവർപൂൾ അറ്റാക്കേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ലിവർപൂൾ വിൽ ഡോമിനേറ്റ് ദ ഗെയിം, അക്കാര്യത്തിൽ വിത്തൗട്ട് എ ഡൗട്ട്. ബട്ട് ക്യാൻ ദേ കൺവേർട്ട് ദോസ് ചാൻസസ്? അത്ലറ്റിക്കോയുടെ കൗണ്ടർ അറ്റാക്സ് അവർക്ക് കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും ഉണ്ട്. സോ എനിക്കൊരു ഫീല് റൈറ്റ് നൗ ഉള്ളത് എന്നാന്ന് വെച്ചാൽ അത്ലറ്റിക്കോ മൈറ്റ് സർപ്രൈസ്. ഐ ആം ഗോയിങ് ഫോർ എ 2-2 ഡ്രോ. ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ആൻഫീൽഡിൽ വന്ന് ഒരു 2-2 ഡ്രോ പിടിച്ചുകൊണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് പോകുന്നൊരു ഫീൽ റൈറ്റ് നൗ ഉണ്ട്. സോ നിങ്ങളുടെ പ്രഡിക്ഷൻസ് പറയുക ഈ മാച്ചിലോട്ട് വരുമ്പോഴുള്ള. അവിടുന്ന് നമ്മൾ അടുത്തൊരു മത്സരത്തിലോട്ട് പോകാനായിട്ടാണെങ്കിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് മത്സരം നാളെ നടക്കുന്നുണ്ട്. ചെൽസി വിൽ ബി ടേക്കിംഗ് ഓൺ ബയൺ മ്യൂണിക്. എവേ മാച്ചാണ് ചെൽസിക്ക് അലിയാൻസ് അറീനയിൽ വെച്ച് നടക്കുന്ന. ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും 2 ടീമിൻ്റെയും ഫോം നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സോ അപ്പുറത്ത് ബയൺ മ്യൂണിക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ബയൺ മ്യൂണിക്ക് ലീഗിൽ കളിച്ച 3 മത്സരങ്ങളിൽ നിന്ന് 14 ഗോൾ സ്കോർ ചെയ്തു, 2 ഗോൾ കൺസീഡ് ചെയ്തു. കളിച്ച 3 ലീഗ് മാച്ചുകളും ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർ ഗെയിം കില്ല് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിൽ ഓക്കെ റൊട്ടേഷൻ സംഭവമാണ് നമ്മൾ കണ്ടത്. അപ്പുറത്ത് ചെൽസിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ചെൽസി കളിച്ച 4 ലീഗ് മാച്ചുകളിൽ 2 ഡ്രോയും 2 വിജയമാണുള്ളത്. ചെൽസി ഉള്ള പറയാതെ സോ ഫാർ ദിസ് സീസൺ അധികം അങ്ങോട്ട് ക്ലിക്കായിട്ടില്ല. ആസ് എ ടീം വെസ്റ്റ് ഹാം മാച്ച് ഒഴിച്ച് ബാക്കി ഒരു മാച്ച് അവരങ്ങനെ കൺവിൻസിങ് ആയിട്ട് പെർഫോം ചെയ്തിട്ടില്ല. ചെൽസിക്ക് അത്യാവശ്യം ഇഞ്ചുറി വറീസ് ഉണ്ട്. ലാസ്റ്റ് മാച്ച് ജാവോ പെഡ്രോ ഈവൻ ദോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫിറ്റ് അല്ല, തനിക്ക് ഇതുണ്ട് എന്ന് കോച്ചിനെ അറിയിച്ചെങ്കിലും ഹി വാസ് ഫോഴ്സ്ഡ് ടു സ്റ്റാർട്ട്. 80 മിനിറ്റിനടുത്ത് കളിച്ചു. ഡെലാപ്പ് ഇഞ്ചുറി കാരണം ഔട്ടാണ്, എസൂജോയ്ക്ക് ഇഞ്ചുറി കാരണം ഔട്ടാണ്. ഓൾറെഡി നമുക്കറിയാം കോൾവിൽ ഇഞ്ചുറി കാരണം ഈ സീസണിലേക്കില്ല. സോ കുറച്ച് ഇഞ്ചുറി വറീസ് ഉണ്ട് ഈ ഒരു ടീമിൽ, ചെൽസി ടീമിൽ. അത് കുറച്ച് വറിയിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പാൾമർ മിക്കവാറും സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഫൊഫാന തിരിച്ച് സ്റ്റാർട്ടിംഗ് ലൈനപ്പിലോട്ട് വരുമെന്നൊരു ഫീലുണ്ട്. അപ്പുറത്ത് ബയൺ മ്യൂണിക്കിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ബയൺ മ്യൂണിക്കിന്റെ സ്ക്വാഡ് ചെറിയൊരു വറിയും കാര്യമാണെങ്കിലും അവർ സോ ഫാർ ലീഗിൽ കളിച്ച 3 കളികളിലാണെങ്കിലും അത്യാവശ്യം നല്ലോണം റൊട്ടേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് ഫസ്റ്റ് 45 മിനിറ്റ്സിന് ശേഷം. സോ അതിനാൽ തന്നെ കുറച്ചുകൂടി ഫ്രഷർ ആയിരിക്കും ബയൺ മ്യൂണിക് പ്ലേയേഴ്സ്. കൂടാതെ ഈവൻ ദോ മുസിയാലയ്ക്കും അൽഫോൺസോ ഡേവിസും അങ്ങനത്തെ ടോപ്പ് പ്ലേയേഴ്സിനെല്ലാം ഇഞ്ചറി വറീസ് ഉണ്ടെങ്കിലും ഗ്നാബ്രി ഒക്കെ പോലത്തെ ലെയ്മറൊക്കെ പോലത്തെ പ്ലേയേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് ബയൺ മ്യൂണിക്കിന് റിയലി ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. ഹാരി കെയ്ൻ ഒരു ഫ്രീ റോമിംഗ് റോളിൽ എവിടെ വേണേലും പോയി കളിച്ചോ എന്നുള്ള ഒരു ഫ്രീഡം നമ്മൾ നോക്കാനായിട്ടാണ് കൊടുക്കുന്നുണ്ട് വിൻസെന്റ് കമ്പനി. ആൻഡ് ലൂയിസ് ഡിയാസ് ഓൾമോസ്റ്റ് എല്ലാ മാച്ചിനും സ്കോർ ചെയ്യുന്നുണ്ട്. ലൂയിസ് ഡിയാസ് എസ്പെഷ്യലി ഹാരി കെയ്ൻ ഡ്രോപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വൈഡ് ഏരിയാസിലോട്ട് പോകുമ്പോഴോ ഹാരി കെയ്ൻ്റെ ആ സെൻട്രൽ ചാനൽസ് പുള്ളി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അത് നല്ല രസമുണ്ട് ലൂയിസ് ഡിയാസിന്റെ മൂവ്മെന്റ്സ് കാണാനായിട്ട്. ഒലീസ് അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, മോസ്റ്റ് ത്രെറ്റനിങ് പ്ലെയർ ഇൻ ദാറ്റ് പിച്ച്. അതുപോലെ തന്നെയാണ് ഗ്നാബ്രിയുടെ പെർഫോമൻസ്. മാൻ പുള്ളി സ്റ്റെപ്പ് അപ്പ് ചെയ്ത അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോൾ ഗ്നാബ്രി റിയലി സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ പൗലോവിച്ച് കിമിച്ച് പോലത്തെ നല്ല കവറും ബാക്കിലുണ്ട്.
സോ ഇതൊരു ഹോം മാച്ച് ആയതിനാൽ തന്നെ ഐ തിങ്ക് ബയൺ മ്യൂണിക് സ്റ്റാർട്ടും വെച്ച് നോക്കുമ്പോഴേക്കും സീസണിൻ്റെ സോഫർ ബയൺ മ്യൂണിക് ആണ് ഒരു ഫേവറേറ്റ്സ് എന്നൊരു ഫീൽ ഉണ്ട്. ഈ മാച്ചിൽ ഗോളുകൾ വരും, രണ്ട് ടീമിനും ഡിഫൻസീവ്ലി ഇഷ്യൂസ് ഉണ്ട്. സോ ഈ മാച്ചിൽ ഗോളുകൾ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ചെൽസിയുടെ ഡിഫൻസീവ് ബാക്ക് ഫോർ ആരായിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിംഗ് ബാക്സിന്റെ കാര്യത്തിൽ നമുക്കൊരു ഡൗട്ടും ഇല്ല. കുക്കറേയും റീസ് ജെയിംസും ആയിരിക്കും. സെൻട്രൽ ബാക്സ് ആരായിരിക്കും? ചാലാബോയും ഫൊഫാനെ ആയിരിക്കും എന്നാണ് എനിക്കിപ്പോൾ ഫീൽ ഉള്ളത്. ക്യാൻ എൻസോ ഫെർണാണ്ടസ് കൈസിഡോ സ്റ്റെപ്പ് അപ്പ് ചെയ്യാവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഐ ആം ലീനിങ് മോർ ടുവേർഡ്സ് എ ബയൺ മ്യൂണിക് വിൻ. മൈ പ്രഡിക്ഷൻ ഈസ് ബയൺ മ്യൂണിക് 3 ചെൽസി 2. അതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ജാവോ പെഡ്രോ ഫിറ്റ് ആയിരിക്കുമോ ഈ മാച്ച്? ഐ തിങ്ക് ഹി വിൽ സ്റ്റാർട്ട്. എന്തുമാത്രം ഫിറ്റ് ആയിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളെ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ലെറ്റ്സ് സീ ഈ മാച്ചിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് പറയാം. അവിടെ നമ്മൾ അടുത്ത ഒരു ബിഗ് മാച്ചിലോട്ട് പോകാനായിട്ടാണെങ്കിൽ VRL വേഴ്സസ് ടോട്ടനാം ഹോട്ട്സ്പർ. ടോട്ടനാം ഹോട്ട്സ്പറിന്റെ ഹോം മാച്ച് ആണ്. ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോൾ ടോട്ടനാം സോ ഫാർ റിയലി ഇംപ്രസീവ് ആണ്. തോമസ് ഫ്രാങ്കിന് അണ്ടർ ഒരേ ഒരു തോൽവി മാത്രമാണ് ബോർണ്മത്തിന് അഗൈൻസ്റ്റുള്ള. ബാക്കി 3 മാച്ചും അവർ കൺവിൻസിംഗ് ആയിട്ട് തന്നെ വിൻ ചെയ്യുന്ന, അതിൽ സിറ്റിനെ തോപ്പിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ലാസ്റ്റ് വീക്ക് വെസ്റ്റ് ഹാമിനെ അവർ 3-0 തോപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. VRL അതേ സ്ഥാനത്ത് ലാസ്റ്റ് മാച്ച് അത്ലറ്റിക്കോയോട് 2-0 തോറ്റാണ് വരുന്നത്. ഈവൻ ദോ 2-0 ആണ് സ്കോർ ലൈനെങ്കിലും VRL ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. അത്യാവശ്യം നല്ല ചാൻസുകൾ ഉണ്ടായിരുന്നു, അവർ കൺവേർട്ട് ചെയ്യാനതാണ്. സോ മാർസലീനോടെ VRLനെ അത്ര ഈസി സൈഡായിട്ട് കാണണ്ട. പലരും ഇതൊരു ഈസി ഫിക്സർ ആയിരിക്കും ടോട്ടനാം എന്നൊരു ഫീൽ ആണ്. അല്ല, VRL അത്യാവശ്യം സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു സൈഡ് തന്നെയാണ്. ഒഫൻസീവ്ലി ദേ ആർ റിയലി ഗുഡ്. ഡിഫൻസീവ്ലി ദേ വിൽ കൺസിഡർ ഗുഡ്, ബട്ട് ഒഫൻസീവ്ലി അവർ അത്യാവശ്യം നല്ല സൈഡ് തന്നെയാണ്. VRLന് അത്യാവശ്യം അലക്സ് ബെയ്ന പോലത്തെ, ഇപ്പോൾ എർമി പിനോ ഒക്കെ പോലത്തെ പ്ലേയേഴ്സിനെ അവർക്ക് നഷ്ടപ്പെട്ടെങ്കിലും അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അവർ അത്യാവശ്യം അഡീഷൻസ് കൊണ്ടുവന്നിട്ടുമുണ്ട്. ആ അഡീഷൻസ് സ്റ്റെപ്പ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ ടോട്ടനാമിന്റെ ഹോം മാച്ച് ആയതിനാൽ തന്നെ തോമസ് ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരു കോച്ചോട് ഉള്ളതിനാൽ തന്നെ ഐ തിങ്ക് പുള്ളി ഇങ്ങനത്തെ എന്താ പറയുക കപ്പ് കോമ്പറ്റീഷൻസിന് പുള്ളിയുടെ പ്രാഗ്മാറ്റിക് അപ്രോച്ച് വിൽ ഹെൽപ്പ് ടോട്ടനാം ഹോട്ട്സ്പർ എന്നൊരു ഫീൽ ഉണ്ട്. സോ ഐ ആം ഗോയിങ് ഫോർ എ ടോട്ടനാം വിൻ. 2-1 ടോട്ടനാം വിന്നാണ് എനിക്ക് ഈ മത്സരത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാനുള്ളത്. അവിടെ നമ്മൾ അടുത്തൊരു മത്സരത്തിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഇനി വ്യാഴാഴ്ച നടക്കുന്ന മത്സരങ്ങളിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 മത്സരങ്ങളുണ്ട്. അതിൽ ഒന്ന് സിറ്റി വിൽ ബി ടേക്കിംഗ് ഓൺ നാപ്പിളി അറ്റ് എത്തിഹാഡ്. അത് എടുത്ത് നോക്കുന്ന ഒരു മത്സരം തന്നെയാണ് ഞാൻ. കെവിൻ ഡിബ്രൂയിന കമ്മിങ് ബാക്ക് ടു മാഞ്ചസ്റ്റർ, റാസ്മസ് ഹോയ്ലൻ കമ്മിങ് ബാക്ക് ടു മാഞ്ചസ്റ്റർ, സ്കോട്ട് മക്ടോമിനി കമ്മിങ് ബാക്ക് ടു മാഞ്ചസ്റ്റർ. സോ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ഈവൻ ദോ നാപ്പിളിയാണ് കഴിഞ്ഞ സീസണിലെ സ്കുഡേറ്റോ വിന്നേഴ്സ് ആണ്. സീസണിലെ ആദ്യത്തെ 3 മത്സരങ്ങളും ജയിച്ചാണ് നാപ്പിളി വരുന്നത്. ഒരേ ഒരു ഗോളാണ് അവർ കൺസീഡ് ചെയ്തത്. അപ്പുറത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും മാഞ്ചസ്റ്റർ സിറ്റി ഈ സീസണിലെ സ്റ്റാർട്ട് അധികം ഗംഭീരമല്ല. കളിച്ച 4 മത്സരങ്ങളിൽ 2 വിജയവും 2 തോൽവിയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കുള്ളത്. ലാസ്റ്റ് ഗെയിമിൽ ഈവൻ ദോ യുണൈറ്റഡിനെ 3-0 തോപ്പിച്ചെങ്കിലും ഐ തിങ്ക് സിറ്റി ഈസ് ബാക്ക്. സിറ്റിയുടെ കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ആയി ആ മത്സരത്തിലൂടെ എന്നൊരു ഫീൽ വന്നിട്ടില്ല. അപ്പുറത്ത് ഫ്യോറന്റീനയെ 3-1 തോപ്പിച്ചാണ്, മത്സരത്തിൽ തോപ്പിച്ചാണ് ആന്റോണിയോ കോണ്ടയുടെ നാപ്പിളി വരുന്നത്. സോ കോണ്ടെ വേഴ്സസ് പെപ് ഗോർഡിയോള, ഇതും ഒരു ബാറ്റിൽ ടു വാച്ചാണ്. മോർ ദാൻ ദാറ്റ് കെവിൻ ഡിബ്രൂവിനെ നമുക്കറിയാം ചെറിയൊരു മധുരപ്രതികാരം വീട്ടാനുണ്ടായിരിക്കും. മധുരപ്രതികാരം എന്ന് പറയുന്നത് ശരിയായിരിക്കത്തില്ല, പക്ഷെ പുള്ളി ഒരു കോൺട്രാക്ട് എക്സ്പെക്ട് ചെയ്തെടുത്തൊന്ന് കോൺട്രാക്ട് കിട്ടാനതിനാൽ തനിക്ക് ഇപ്പോഴും സാധിക്കും, പെർഫോം ചെയ്യാൻ, ഔട്ട്പുട്ട് കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് ആൾക്ക് മേ ബി സിറ്റിനെ കാണിക്കേണ്ട, സിറ്റി ബോർഡിനെ അല്ലെ പെപ്പിനെ കാണിക്കേണ്ട ആവശ്യം കാണും. സോ പുള്ളി ഓൾറെഡി ലീഗിൽ 2 ഗോളുമായിട്ടാണ് സീസൺ തുടങ്ങിയിരിക്കുന്നത്. സോ ആന്റോണിയോ കോണ്ടയുടെ സൈഡിനെ അഗൈൻസ്റ്റ് സിറ്റി ഒരല്പം സ്ട്രഗിൾ ചെയ്യുന്നൊരു ഫീലാണ് എനിക്കുള്ളത്. കാരണം ഈ ടീമിന് അത്യാവശ്യം നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ബാക്ക് 4, ബാക്ക് 3, ബാക്ക് 5 ഒക്കെ വെച്ച് ഇവർ കളിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം അവിടെ എന്താ പറയുക, അങ്കുവേസ, ലബോട്ക ഒക്കെ പോലത്തെ നല്ല സോളിഡ് പ്ലേയേഴ്സ് ഉണ്ട്. ആൻഡ് അസ് എ യൂണിറ്റ് ദേ പ്രസ് റിയലി വെൽ, അസ് എ യൂണിറ്റ് ദേ അറ്റാക്ക് റിയലി വെൽ. അതാണ് ഈ ടീമിന്റെ വൺ ഓഫ് ദ ബിഗസ്റ്റ് സ്ട്രെങ്ത്. കൂടാതെ അവർക്ക് സ്പിനസോള, ഡി ലോറൻസോ, ഇപ്പം ഗ്യുട്ടീറസ് ഉണ്ട്, നോലാങ്, പൊളിറ്റാനോ ഒക്കെ പോലത്തെ ക്വാളിറ്റി വിങ്ങേഴ്സ് ഉണ്ട്. സോ വൈഡ് ഏരിയാസിൽ സിറ്റി ഒരു അല്പം വൾണറബിൾ ആണ്. സോ അവർക്ക് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ള നല്ല പ്ലേയേഴ്സുമാണ്. ആൻഡ് അപ്പ് ഫ്രം ലൊറൻസോ, ലൂക്ക, റാസ്മസ് ഹോയ്ലൻഡ് ഒക്കെ പോലത്തെ ഫിസിക്കൽ പ്ലേയേഴ്സും ഉണ്ട്. അപ്പുറത്ത് സിറ്റിക്കുള്ള ഒരു അഡ്വാൻറ്റേജ്, ഗ്വാർഡിയോളും കുസനോവും തിരിച്ചു വന്നു. അവർ സ്റ്റാർട്ട് ചെയ്തത് റിയലി ഹെൽപ്ഫുൾ ആണ് സിറ്റിക്ക്, ബിക്കോസ് അവരുടെ റിക്കവറി പേസ് അന്യായമാണ്. കൂടാതെ എനിക്ക് തോന്നുന്നത് നിക്കോ റെയിലി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പുള്ളി ആ ലെഫ്റ്റ് ബാക്ക് റോളിൽ റിയലി ഇംപ്രസ് ചെയ്തു. റോഡ്രി ലാസ്റ്റ് മാച്ച് ലുക്ക് ഗുഡ്. ടയമി റൈൻഡേഴ്സ്, അതുപോലെ തന്നെ ബെർണാഡോ സിൽവ സ്റ്റാർട്ട് ചെയ്യുമോ അതോ സവീനോയ്ക്ക് സ്റ്റാർട്ട് കിട്ടുമോ ഡോണ്ടോ. എനിക്കൊന്ന് ബെർണാഡോ സിൽവ തന്നെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. സോ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ഐ ആം ലീനിങ് മോർ ടുവേർഡ്സ് ഐ തിങ്ക് വൺ ഓഫ് ദ സർപ്രൈസ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഡോണ്ട് സ്ലീപ്പ് ഓൺ നാപ്പിളി ദിസ് സീസൺ. അവർക്ക് യൂറോപ്പ് അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അവിടെ വന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് നാപ്പിളി വിൽ ബി വിന്നിങ് ദിസ് മാച്ച് എന്നൊരു ഫീലാണ് എനിക്കുള്ളത്. സോ ഐ ആം ഗോയിങ് ഫോർ മാഞ്ചസ്റ്റർ സിറ്റി 1,
നാപ്പൊളി 3. ഇതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും എത്തിഹാടി വന്ന് നാപ്പൊളി സർപ്രൈസ് ചെയ്യുന്നൊരു ഫീലുണ്ട്. അവിടുന്ന് നമ്മൾ ബാർസലോണ വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡ് മാച്ചിലോട്ട് വരുവാണ്. സോ ബാർസലോണയുടെ ബിഗസ്റ്റ് ടെസ്റ്റ് ആയിരിക്കും അണ്ടർ ഹാൻസി ഫ്ലിക്ക് ഈ സീസണിലെ ന്യൂകാസിൽ യുണൈറ്റഡ് എന്നുള്ള കാര്യത്തിൽ സോഫാർ, ഈ സീസണിലെ നല്ല സീസണിലെ സോഫാറുള്ള മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ നമ്മൾ അവസാനമായിട്ട് യൂറോപ്പ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അഗെയിൻസ്റ്റ് ഉള്ള ആ നോക്കൗട്ട് മത്സരത്തിന് ശേഷം പിന്നെ ഒരു പ്രീമിയർ ലീഗ് ടീമിനെ കളിച്ചിട്ടില്ല കഴിഞ്ഞ 2 സീസണായിട്ട്. ആൻഡ് കഴിഞ്ഞ സീസണിൽ നമ്മൾ ഒരു പ്രീമിയർ ലീഗ് ടീമിന് അഗെയിൻസ്റ്റ് പോലും ഹാൻസി ഫ്ലിക്കിന്റെ അണ്ടർ വന്നുമില്ല. സോ ന്യൂകാസിൽ യുണൈറ്റഡ് സെയിന്റ് ജെയിംസ് പാർക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫിക്സറാണ്. ന്യൂകാസിൽ യുണൈറ്റഡ് ഈ സീസണിൽ അവരുടെ ഫസ്റ്റ് വിൻ, ആദ്യത്തെ 2 മത്സരങ്ങൾ ഡ്രോയും ലാസ്റ്റ് മത്സരം അതിന് മുമ്പത്തെ മത്സരം ലിവർപൂളിനോട് തോക്കുന്നത് നമ്മൾ കണ്ടു. ആൻഡ് ലാസ്റ്റ് മത്സരത്തിൽ നിക് വോൾട്ടമേഡിന്റെ ഗോളിൽ വൂൾസിനെ 1-0 തോപ്പിച്ച് അവരുടെ ലീഗിലെ ഫസ്റ്റ് വിജയവും നേടി. പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഈവൻ ലിവർപൂൾ മാച്ച് നമ്മൾ കണ്ടതാണ്, ന്യൂകാസിൽ യുണൈറ്റഡ് അത്യാവശ്യം ഫിസിക്കലാണ്. അവർക്ക് ആ ഗെയിമിന്റെ ടെമ്പോ നല്ല ക്വിക്കായിട്ടുള്ള ഗെയിം കളിക്കാനായിട്ടുമാണ് ഇഷ്ടം. സോ ന്യൂകാസിൽ യുണൈറ്റഡ് മാച്ച് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാവുന്നതാണ്. ന്യൂകാസിൽ യുണൈറ്റഡ് ലിവർപൂൾ വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡ് മാച്ച് ബാർസലോണയ്ക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റിയ മാച്ചാണ്. ബാർസലോണ ഈ സീസൺ സോഫാർ 3 വിജയവും 1 ഡ്രോയും ആണുള്ളത്. സോ അതിൽ ലാസ്റ്റ് മാച്ച് വലൻസിയയ്ക്ക് എഗെയിൻസ്റ്റ് ഉള്ള മത്സരം ഒഴിച്ച് ബാക്കി 3 മാച്ചിനും ധാരാളം ഇഷ്യൂസ് ബാർസലോണയ്ക്ക് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ഡിഫൻസീവ്ലി. സോ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ ലിവർപൂൾ മാച്ചിൽ കണ്ടതാണ്, ആ ഒരു ഫാസ്റ്റ് പേസ് ഗെയിം കളിച്ചാൽ അത് അവരുടെ കയ്യിലോട്ട് ചെല്ലും. ലിവർപൂൾ പിന്നീട് ഗെയിമിന്റെ ടെമ്പോ കൺട്രോൾ ചെയ്തൊന്ന് സ്ലോ ഡൗൺ ചെയ്തപ്പോഴാണ് അവർക്ക് കളിയിൽ ഒരു കൺട്രോൾ വന്നത്. സോ ബാർസലോണയ്ക്ക് അതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. കാരണം ബാർസലോണയ്ക്ക് ടെക്നിക്കലി വി ഹാവ് സുപ്പീരിയർ പ്ലേസ്, ബട്ട് ഫിസിക്കൽ ഗെയിമിലോട്ട് പോവുകയാണ്, പേസിന്റെ കാര്യത്തിലോട്ടൊക്കെ വരുവാണെങ്കിൽ റിയലി അവർ നമ്മളെ ഔട്ട് ഷൈൻ ചെയ്യും. സോ അതിനാൽ തന്നെ ഒരു ടെക്നിക്കൽ ബാറ്റിലാക്കി ഇത് മാറ്റാനായിട്ട് നമുക്ക് സാധിച്ചാൽ വി ക്യാൻ ഓവർകം ന്യൂകാസിൽ യുണൈറ്റഡ്. സോ അതാണ് എനിക്കും ഇപ്പോൾ ഒരു ഫീൽ. നിക് വോൾട്ടമേഡ് ഒക്കെ പോലത്തെ ഒരു ഫിസിക്കൽ പ്രസൻസ് അപ്രണ്ട് ഉണ്ട്. ഗോർഡൻ, എലാങ്ക ഒക്കെ പോലത്തെ വൈഡിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല വിങ്ങേഴ്സ് അവർക്കുണ്ട്. ആൻഡ് മിഡ്ഫീൽഡിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഫിസിക്കൽ മോൺസ്റ്റേഴ്സ് ആണ് 3. സോ സെറ്റ് പീസും മറ്റും ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ വൾണറബിൾ ആയിരിക്കും. ന്യൂകാസിലിന് ക്ലിയർ അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. സോ ഗെയിം മാക്സിമം കൺട്രോൾ ചെയ്യുക, അവിടെ മാക്സിമം എന്താ പറയുക സെറ്റ് പീസ് സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക ഓപ്പോണൻസിന്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വിക്ടറി നേടിക്കൊണ്ട് വരാമെന്നൊരു ഫീൽ ഉണ്ട്. സോ സെയിന്റ് ജെയിംസ് പാർക്കിൽ ചെന്ന് ഐ ഡോണ്ട് തിങ്ക് സോ നമ്മളൊരു ക്ലിയർ ഫേവറേറ്റ്സ് ആണോ ഈ മത്സരത്തിൽ ചോദിച്ചാൽ ഒരു സ്ലൈറ്റ് ഫേവറേറ്റ്സ് നമ്മളാണ്. പക്ഷേ ഒരു 50-50 തന്നെയാണ് ഈ മത്സരത്തോട് വരുമ്പോൾ ഒരു ഫീൽ ഉള്ളത്. പക്ഷേ ഐ ബാക്ക് മൈ ടീം. ഐ ആം ഗോയിങ് ഫോർ എ 4-2 ബാർസലോണ വിൻ. ഐ തിങ്ക് ഈ മത്സരത്തിൽ ധാരാളം ഗോളുകൾ വരും എന്നൊരു ഫീൽ ഉണ്ട്. മേ ബി ഒരു 3-3 4-4 2-2 എന്തോ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. But I am going for a 4-2 Barcelona win. I think Fermin Lopez will start. He has to start. പിന്നെ റാഷ്ഫോർഡ് പെർഫോം ചെയ്തേ പറ്റൂ. റാഷ്ഫോർഡിനെ ഇംഗ്ലണ്ടിൽ വന്ന് ഗോൾ അടിച്ച് തുടങ്ങാനാണ് പ്ലാനെങ്കിൽ തുടങ്ങിക്കോ എന്നങ്ങ് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞേക്കോ. ഓക്കെ, അതുപോലെ തന്നെ ഐ തിങ്ക് ലെവൻഡോസ്കി വിൽ സ്റ്റാർട്ട് ഈ മാച്ചിലോട്ട് വരുമ്പോഴൊരു ഫീൽ ഉണ്ട്. ഫെറാനെ മിക്കവാറും ബെഞ്ച് ചെയ്യും. ചാമ്പ്യൻസ് ലീഗിൽ ഐ തിങ്ക് നമ്മൾ ലീഗ് മാച്ചുകളിൽ കൂടുതലും ഫെറാനെ യൂസ് ചെയ്ത് മേ ബി ഓഫ് ദ ബെഞ്ച് ലെവൻഡോസ്കി ഒരു ഓപ്ഷൻ ആക്കിയിട്ട് ചാമ്പ്യൻസ് ലീഗിൽ നമുക്ക് ഫ്രഷർ വേർഷൻ ഓഫ് ലെവൻഡോസ്കിയെ കിട്ടിയാൽ അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും എന്നൊരു ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ ലെറ്റ്സി യമാൽ ഈ മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ഫിറ്റ് ആവുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മേ ബി പുള്ളി ബെഞ്ചറാവും. ഐ തിങ്ക് റാഷ്ഫോർഡ്, റഫീന, ലെവൻഡോസ്കി ഫ്രണ്ട് 3 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ബാക്കിൽ ഐ തിങ്ക് റൊണാൾഡോ അറോഹോ ഈ മാച്ചിൽ ഒരു ക്രൂഷ്യൽ പീസ് ആവാൻ സാധ്യതയുണ്ട്, എസ്പെഷ്യലി നമ്മൾ ലീഡ് എടുത്തതിന് ശേഷം ഫിസിക്കൽ ബാറ്റിൽസിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു എറിക് ഗാർഷ്യ, കുബാർസി സെൻട്രൽ ബാക്ക് ഡ്യൂയോ വെച്ച് വരെ പുള്ളി ഇറങ്ങുന്നൊരു ഫീലാണ് ഇപ്പോഴുള്ളത്. സോ എങ്ങനെ ജെറാർഡ് മാർട്ടിനും കുണ്ടയൊക്കെ സ്റ്റെപ്പ് ചെയ്യുമോ നോക്കാം. ജോൺ ഗാർഷ്യയുടെ മറ്റൊരു അന്യായ പ്രകടനം എക്സ്പെക്ട് ചെയ്യുന്നു. ആൻഡ് മിഡ്ഫീൽഡിൽ ഫ്രാങ്കി ഡിയോങ് ആയിരിക്കോ കസാഡോ ആയിരിക്കോ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യനും ഉണ്ട്. സോ ഈ ഒരു മത്സരത്തിൽ എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ എന്ന് പറയാം. കൂടാതെ PSG വേഴ്സസ് അറ്റ്ലാന്റ നടക്കുന്ന ഐ ആം ലീനിങ് മോർ ടുവേർഡ്സ് എ PSG വിൻ ദർ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ഈ ഒരു മാച്ച് വീക്കിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് എന്ന് പറയാം. ഓൾമോസ്റ്റ് എല്ലാ മാച്ചും ഇമ്പോർട്ടൻറ്റ് മാച്ചുകൾ കവർ ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു മാച്ച് ഞാൻ പറയാൻ വിട്ടുപോയി, യുവൻഡസ് വേഴ്സസ് ബൊറുസിയ ഡോർട്ട്മുണ്ട്. സോറി, അത് ഞാൻ പറയാൻ വിട്ടുപോയി. സോ യുവൻഡസ് ഈ ഒരു കോമ്പറ്റീഷനിലോട്ട് വരുമ്പോഴേക്കും ഇഗോർ ടുഡോറിന്റെ അണ്ടർ എങ്ങനെ പെർഫോം ചെയ്യുന്നത് ഞാൻ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പുറത്ത് കോവാച്ചിന്റെ അണ്ടർ ഡോർട്ട്മുണ്ടും. സോ ഡോർട്ട്മുണ്ട് നമുക്കറിയാം, ഈവൻ ദോ ലീഗിൽ അവരെപ്പോഴും കൺസിസ്റ്റന്റ് അല്ലെങ്കിലും ചാമ്പ്യൻസ് ലീഗിലോട്ട് വരുമ്പോൾ അവരൊരു ഗെയിം സ്റ്റെപ്പ് അപ്പ് ചെയ്യാറുണ്ട്. അതാണ് ബൊറുസിയ ഡോർട്ട്മുണ്ടിന്റെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ഈ മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും യുവൻഡസ് കളിച്ച 3 മാച്ചും ജയിച്ചാണ് വരുന്നത്. അതേ സമയത്ത് ബൊറുസിയ ഡോർട്ട്മുണ്ട് കളിച്ച ആദ്യത്തെ മത്സരം ഡ്രോ ആയെങ്കിലും പിന്നീടുള്ള 2 മത്സരങ്ങളും ജയിച്ചാണ് വരുന്നത്. യുവൻഡസ് ലാസ്റ്റ് മാച്ച് ഇന്ററിന് അഗേൻസ്റ്റ് 4-3 ഒരു ത്രില്ലർ മാച്ചായിരുന്നു. ഇവരുടെ 4-3 ആണ് റിസൾട്ട് എങ്കിലും XG under 1 ആയിരുന്നു ഇന്ററിന്. സോ എല്ലാം ബാങ്ങർ ഗോളുകളായിരുന്നു. സോ ഞാൻ ഓവറോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ യുവൻഡസ് ഡിഫൻസീവ്ലി അത്യാവശ്യം സോളിഡ് ആയിട്ടുള്ള സൈഡാണ്. ആദ്യത്തെ 2 മാച്ച് അവർ ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്തു. ലാസ്റ്റ് മാച്ച് ഈവൻ ദോ 4-3 ആണ് സ്കോറെങ്കിലും 3 ഗോളും നമ്മൾ പറയത്തില്ലേ കുറച്ച് ഡിഫൻസീവ് എറേഴ്സ് എന്നതിലുപരി
ബാങ്കർ ഗോളുകൾ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ അതുകൊണ്ട് ഐ തിങ്ക് ഡിഫൻസീവ്ലി സോളിഡ് ആയിട്ടുള്ള ഒരു യുവന്റസിനെ തന്നെയാണ് നമ്മൾ ഇഗോർ ടുഡോറിന്റെ അണ്ടർ കാണുന്നത്. കൂടാതെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്ലേയേഴ്സോടുണ്ട്. അപ്പുറത്ത് ബോറുസിയ ഡോർട്ട്മണ്ട് ചാമ്പ്യൻസ് ലീഗ് ആയതിനാൽ തന്നെ അവർ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ട്. ഇവൻ ദോ യുവന്റസിന്റെ ഹോം മാച്ച് ആണെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡ്രോ. ഐ എം ലീഡിങ് മോർ ടുവേർഡ്സ് എ 1-1 or 2-2. ലെറ്റ്സ് സേ ഒരു 2-2 ഡ്രോ ഫോർ. ഇവൻ ദോ ഡിഫൻസീവ്ലി സോളിഡ് ആണ് യുവന്റസ് എങ്കിലും ഐ തിങ്ക് ഡോർട്ട്മണ്ട് എങ്ങനെയും എനിക്ക് തോന്നുന്നു മിക്കവാറും യുവന്റസ് ഒരു 2-0 ലീഡ് എടുക്കും. ലാസ്റ്റ് ഡോർട്ട്മണ്ട് വന്നൊരു 2-2 ആക്കുന്നൊരു ഫീലും ഉണ്ട്. സോ ലെറ്റ്സ് സേ ഒരു 2-2 ഡ്രോ ആണ് എൻ്റെ പ്രഡിക്ഷൻ ഈ ഒരു മാച്ചിലൂടെ വരുമ്പോൾ. സോ നിങ്ങൾ നിങ്ങളുടെ പ്രഡിക്ഷൻസും മറ്റും ഒക്കെ പറയുക ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് മാച്ച് ഡേ 1 അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.